ഇത് നല്ലൊരു മഷ്റൂം റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കണം. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ഹൈബ്രിഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കൂണാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി കാണാം. അതിനായിട്ട് ഇത് നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂൺ എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് ഇതുപോലെ ഒന്ന് പിച്ചി ഇടുന്നുണ്ട്. കുറച്ച് വലുതാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടാം കേട്ടോ. പിന്നെ ഇതൊരു പാന് ചൂടാക്കാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പെരുംജീരകം ചേർത്തുള്ള പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് തക്കാളി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴന്നു വരുന്ന സമയത്തിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇടുകൾ പച്ചമണൊക്കെ ഒന്ന് മാറുന്നവരെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളെ കൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. വെന്ത് തന്നെ സമയമാകുമ്പോൾ നന്നായിട്ടൊന്ന് ചുങ്ങി കിട്ടും. അപ്പോൾ നമ്മൾ മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് എവിടുന്നാണ് മഷ്റൂം കഴിച്ചിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഞാൻ എൻ്റെ 7ാം ക്ലാസ്സിൽ നിന്നാണ് ആദ്യമായിട്ട് മഷ്റൂം കഴിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മഷ്റൂം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം.